എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവർക്ക് പരസ്പരം ഇഷ്ടമായാലുടനെ വിവാഹം ഉണ്ടാവും. അതിനി ആര് തടസ്സം നിന്നാലും ഞാൻ നടത്തും. അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അവളല്ലേലും ഇടിക്കുക ആണുങ്ങളെ വളക്കാൻ. കണ്ടില്ലേ, പ്രായമൂത്ത ആള് മുതൽ നിന്റെ മോൻ വരെ അവിടെ കൈപ്പിടിയില്ല. സുമതി, ഇത്രയും നാൾ നീ പറയുന്ന ഓരോന്ന് കേട്ടുന്ന കാവ്യമോൾ ഓർത്തിട്ടാ. എന്നെഴുതി എപ്പോഴും അങ്ങനെ ആവുന്നില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ പ്രിയയുടെ ഇഷ്ടം മാത്രം നോക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ നന്ദുവിന്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾക്ക് വലുത് അവന്റെ സന്തോഷ. അതുകൊണ്ട് ഇനി അവന്റെ കാര്യത്തിൽ ആരും സംസാരിക്കേണ്ട, കാത്തിരിക്കുകയും വേണ്ട. നിന്റെ വാശി കളഞ്ഞ ആദിയുടെയും നന്ദുവിന്റെയും വിവാഹത്തോടൊപ്പം തന്നെ പ്രിയക്ക് ചേർന്ന ഒരാളെ കണ്ടുപിടിച്ച് ആ കല്യാണം നടത്താം. ഓ, എന്റെ മോൾക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട. അവൾ ആഗ്രഹിച്ച നന്ദുവിന്റെ കൂടെ ജീവിക്കാനാ. അത് ഞാൻ നടത്തിയിരിക്കും, എങ്ങനെ ആയിട്ടാണെങ്കിലും. സുമതി വാശിയോടെ പറഞ്ഞു. എന്റെ ഏട്ടൻ ഹോസ്പിറ്റലായിട്ട് തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾക്ക് രണ്ടിനും ഏട്ടനെ ഇവൾ കൊടുക്കാൻ മാത്രം വാശി കാണിക്കാൻ എന്താ കാരണം ഞങ്ങൾക്കറിയാം. സന്തോഷമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബം തകർക്കണം. അതിന് ആന്റി, അത് ഈ ജന്മം മനസ്സ് വെച്ചാലും നടക്കില്ല. പിന്നെ ഇവൾക്ക് കുറെ സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. അതൊന്നും ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ആപത്ത് വരുമ്പോൾ മുഖം തിരിക്കുന്നതാണോ പ്രിയെ നിന്റെയൊക്കെ സ്നേഹം? കഷ്ടം തന്നെ. ഞങ്ങളിവിടെ ഉണ്ടായിട്ടൊരു വാക്ക് ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാ അമ്മയും ഞാൻ വരാത്ത. നിങ്ങൾ വന്നില്ലെന്ന് ഇത് ഏട്ടനെ അവിടെ ചികിത്സ മുടക്കിയൊന്നുമില്ല. നീ വരാത്തിന് ഏട്ടന് സമാധാനം. അഥവാ പോയാലോ നിന്റെ അമ്മ ചേച്ചി ഏട്ടനെ വാക്കുകൊണ്ട് നോവിക്കാനാവും. അസൂയ ആന്റിക്ക്. പറഞ്ഞില്ലെങ്കിൽ വരില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാർഡടിച്ച് ക്ഷണിക്കാം. ആര് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോയതും അത് കേട്ട് കാവ്യ എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ പിറകെ പോവാൻ പോയി. കാവ്യേ, സുമതി വിളിച്ചതും കാവ്യ പെട്ടെന്ന് നിന്നു. അത് കേട്ടത് ആരെയും കാര്യറിയാനായി നിന്നു. എന്തിനാടി ഇഷ്ടമില്ലാത്തവരുടെ കൂടെ കയറി പറ്റിക്കിടക്കുന്നത്? ഞങ്ങൾ രണ്ടിനെ അപമാനിച്ചിട്ട് നിനക്ക് ഇവരാണോ വലുത്? ഇനി ഞങ്ങളാരും ഇവിടെ നിൽക്കില്ല. മര്യാദക്ക് പോയി ബാഗ് എടുത്ത് ഇറങ്ങാൻ നോക്ക്. ഇനി ഈ വീടുമായിട്ട് നിനക്കൊരു ബന്ധം വേണ്ട. കാവ്യ നോക്കി സുമതി പറഞ്ഞു. കാവ്യ ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി. അമ്മ എന്തൊക്കെയായി പറയുന്നത്? പ്രിയ അവരുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചു. നീ മിണ്ടാണ്ടിരിക്കെ, എനിക്കറിയാം എന്ത് വേണമെന്ന്. നിന്നോടാ പറഞ്ഞ് ബാഗ് എടുത്തിട്ട് വരാൻ. നിന്നെ വീട്ടിലേക്ക് അയക്കണമെങ്കിൽ പ്രിയക്ക് ഇവിടുന്ന് തന്നെ ആയിരിക്കണം ബന്ധം. അതെനിക്ക് നിർബന്ധമുണ്ട്. അമ്മ, ഞാനതിന് എന്ത് തെറ്റാ ചെയ്ത്? ഏട്ടന് ഇവിടെ ഇഷ്ടാവാത്ത എന്റെ തെറ്റാണോ? കാവ്യ കരഞ്ഞോട് ചോദിച്ചു. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ ആരും കൊണ്ടുപോയില്ല അവളെ. എന്റെ മോളെ എവിടെ നിർത്തണം എങ്ങോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കാൻ ഞാനാ, അല്ല നീയല്ല. അത് നിനക്ക് തീരുമാനിക്കാമായിരിക്കും. അവൾക്ക് കൂടി സമ്മതാണെങ്കിൽ മാത്രം. അവളുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. ഇറങ്ങി വാടിങ്ങോട്ട്. നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. എനിക്ക് ആദ്യമായിട്ട് മതി. ഞാൻ വരില്ല. അവളുടെ ഒരു ആദ്യമായിട്ട്. ഞങ്ങൾക്ക് വിലരാത്ത കുടുംബത്തിൽ നിനക്കൊരു ബന്ധം വേണ്ട. വരാനാ പറഞ്ഞ്. സുമതി, നിനക്കും പ്രിയക്കും ഇഷ്ടമല്ലെങ്കിൽ പോവാം. കാവ്യക്ക് ഇഷ്ടമില്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അത് നീ എന്നല്ല ആര് വിചാരിച്ചാലും തടയാനാവില്ല. കാര്യങ്ങൾ വഷളാക്കാതിരുന്നാൽ നിനക്ക് നല്ലത്. രണ്ടു മക്കളുടെയും സന്തോഷം ഒന്നിച്ചില്ലാതാക്കണമെന്ന് നീ തീരുമാനിക്കുക. ഇതിന്റെ പേരിൽ കാവ്യയുടെ ജീവിതം ഇല്ലാതായ അതിന് ഉത്തരവാദി നീ ഒരാൾ മാത്രമായിരിക്കും. ആദ്യം ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അവന് ചേർന്നൊരു പെണ്ണിനെ ഞങ്ങൾ വേറെ കണ്ടുപിടിക്കും. നഷ്ടം നിനക്കായിരിക്കും. മകളും കേട്ട് വന്ന അച്ഛൻ കാവ്യ നോക്കി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. സുമതി അത് കേട്ട് ഒന്നും പറയാനാവാൻ നിന്നു. ആദ്യമായിട്ടോടൊപ്പം ജീവിക്കാനായില്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല. അമ്മയുടെ വാശിയാണ് വലുതെങ്കിലും അത് നടക്കട്ടെ. ഇവിടുന്ന് എന്നെ കൊണ്ട് പോകാനാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ ആ വീട്ടിലേക്ക് ഞാൻ വരില്ല. കാവ്യ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. കാവ്യയെ വെച്ച് പ്രിയക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. മക്കളുടെ ജീവൻ വേണോ നിന്റെ വാശി വേണോ നിനക്ക് തീരുമാനിക്കാം. അമ്മേ വേണ്ട, കാവ്യക്ക് ആദ്യം നഷ്ടാവരുത് അമ്മ കാരണം. അവൾ വിഷമിക്കുന്ന കാണാൻ എനിക്കാവില്ല, പ്ലീസ്. പ്രിയ അവരോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നിങ്ങളെല്ലാം കൂടി മാറ്റിയെടുത്ത എന്റെ മോളെ സ്വന്തം അമ്മയിൽ നിന്ന് മകളായിട്ടിപ്പോ നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടി? കണ്ടില്ലേ, ഇന്നേ ഒരു മരണത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചിട്ടില്ല. ഇന്ന് നിങ്ങളൊക്കെ അവിടെ മനസ്സിൽ അതുവരെ പഠിപ്പിച്ചു. സുമതി കള്ളക്കണ്ണീർ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു. ആരും പറഞ്ഞു പറയിച്ചതോ പഠിപ്പിച്ചതോ അല്ല. അവര് കുട്ടികളാ, ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അന്ന് നന്ദുവിന് പ്രിയായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം കേട്ട് ഇവർക്ക് പരസ്പരം ഇഷ്ടമായതുകൊണ്ട് കാവ്യയും ആദ്യം ഒന്നിപ്പിക്കാൻ മുന്നിൽ നിന്ന് നീ തന്നെയാ. അവളുടെ ഉള്ളിൽ ആഗ്രഹം കൊടുത്തിട്ട് അവസാനം നീ തന്നെ നശിപ്പിക്കാൻ നോക്കിയാ. ആരാതിരി തെറ്റുകാരി. ആഗ്രഹിച്ച് കൈവിട്ടു പോകാൻ സ്വന്തം അമ്മ തന്നെ കാരണമായ കുട്ടികൾ പലതും ചിന്തിക്കും. പകരം അവരെ സ്നേഹത്തോടെ പറഞ്ഞു കൂടെ നിർത്തേണ്ടവരെ അമ്മമാര്. പ്രിയയുടെ മനസ്സിലും നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാനുള്ള വാശി വളർത്തിയ നീയല്ലേ. അവളും നാളെ നിന്നോട് അങ്ങനെ പറഞ്ഞ അതിൽ അതിശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പ്രിയെ ഇപ്പോഴേ പറഞ്ഞു മനസ്സിലാക്കിയ നിനക്ക് തന്നെയാ നല്ലത്. മോളെ പ്രിയേ, നിന്നോട് ഇവിടെ ആർക്കും ഒരു ഇഷ്ടക്കുറവില്ല. കാവ്യെ പോലെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിന്നെയും. അത് നിനക്ക് മനസ്സിലാവുന്നില്ല. ജീവിതാ മോളെ, മരണം വരെ ഉണ്ടാവേണ്ട രണ്ടുപേര് പരസ്പരം ഇഷ്ടമില്ലാതെ ഒന്നിച്ചാ അതൊരിക്കലും സന്തോഷമാവില്ല. വെറും കാട്ടിക്കൂട്ടിലായി മാറും. നന്ദുവിനെ കുറിച്ച് മുന്നേ മോൾക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. അവൻ അംഗീകരിക്കാനാവാത്തൊന്നും അവൻ ചെയ്യില്ല. നിനക്ക് നന്ദുവിനോട് ഇഷ്ടമുണ്ടാവും, പക്ഷെ അതൊരിക്കലും പ്രണയമല്ല. പ്രണയം ആയിരുന്നുവെങ്കിൽ നിന്റെ അമ്മയുടെ വാക്ക് കേട്ട് ഒരിക്കലും നിനക്ക് ഇവിടെ നിൽക്കാനാവില്ലായിരുന്നു. ചിന്തിച്ച് സ്വയം മനസ്സിനെ മാറ്റിയെടുക്കണം. സന്തോഷമായൊരു ജീവിതം തിരഞ്ഞെടുക്കണം. എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ, മോള് നന്നായിട്ട് ജീവിച്ചു കാണാൻ. അമ്മ പ്രിയയോട് പറഞ്ഞതും അവൾ തലയും താഴ്ത്തി നിന്നു. ഇവളുടെ മനസ്സും മാറൂ ദൈവമേ. സുമതി പ്രിയയുടെ നിൽപ്പേണ്ട മനസ്സിൽ ആലോചിച്ചു. എനിക്കറിയാം ആന്റി,
നിങ്ങൾക്കൊക്കെ എന്നോട് സ്നേഹമുണ്ടെന്ന്. കാവ്യ പറഞ്ഞപ്പോഴേ ഞാനത് ചിന്തിച്ച്. ഞാൻ നന്ദുവിനെ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. മറക്കാനാവുമെന്ന് എനിക്കറിയില്ല, മറക്കാനും ആവില്ല. പക്ഷേ എന്തെങ്കിലും എനിക്ക് വേണ്ടി അവൻ വരുമെന്ന വിശ്വാസത്തോടെ ഞാൻ കാത്തിരിക്കും. അതുമാത്രം പാടില്ലെന്ന് ആരും പറയരുത്, പ്ലീസ്. പ്രിയ കൈകൂപ്പി പറഞ്ഞ് റൂമിലേക്ക് പോയതും അമ്മയും അച്ഛനും സുമതിയെ നോക്കി ദീർഘമായി നിശ്വസിച്ചു. അവളെ ഈ വിധത്തിൽ കൊണ്ടെത്തിച്ചത് നീയാ സുമേ. അന്നേ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട പകരം അവളുടെ ഉള്ളിൽ വാശി കുത്തി നിറച്ചു. അതുകൊണ്ടാ അവൾ ഇന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്ത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട നീയാ. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുടുംബവും കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുമ്പോൾ അവൾ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്നാണ്ട് വേദനിക്കേണ്ടി വരും നമുക്ക് ഓരോരുത്തർക്കും. അച്ഛൻ അവരെ നോക്കിയിട്ട് പറഞ്ഞു പോയതും സുമതിയെ നോക്കിയിട്ട് അമ്മയെ അകത്തേക്ക് പോയി. അങ്ങനെ ആരും എന്നെ കൊച്ചാക്കെന്ന് കരുതണ്ട, എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന്. സുമതി സ്വയം പറഞ്ഞുകൊണ്ട് നേരെ കാവ്യയുടെ അടുത്തേക്ക് വിട്ടു. അവൾക്കൊപ്പം ആരെയും കണ്ട് സുമതി പുച്ഛത്തോടെ നോക്കി. അവരെ കണ്ടതും കാവ്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ മുറി വിട്ടിറങ്ങി. നീ എന്റെ വയറ്റിൽ ജനിച്ചെന്നെയാണോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്ന. അത് ജന്മം തന്ന അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ അറിയാനാ? നിനക്ക് ജന്മം തന്ന വളർത്തിയല്ല ഞാനാ. സ്വന്തമായിട്ട് ചിന്തിക്കാനായപ്പോ നിനക്കെന്നെ വേണ്ടാതായി. അവനെ ഇവിടെ ഉള്ളവരെയും മാത്രം മതി നിനക്ക്. എല്ലാവരും കൂടി എന്ത് പറഞ്ഞു തന്നാടി നിന്നെ മാറ്റിയത്? അവിടെ വെച്ച് എല്ലാവരും കൂടി അറിഞ്ഞോണ്ടല്ലേ ആ നശിച്ചവളവരൊപ്പം നിർത്തിയത്. എന്നിട്ട് നിനക്കൊന്ന് എതിർക്കാൻ പോലും തോന്നിയില്ലല്ലോ. നിന്റെ സഹോദരിയുടെ വിഷമെങ്കിലും നീ ആലോചിച്ചോ? നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടുമ്പോ എന്റെ മോളവിടെ നഷ്ടാവുന്ന ഓർത്ത് വിഷമിക്കുക. അവൾക്ക് വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും നിന്റെ കണ്ണി പിടിക്കുന്നില്ലേ? ഞങ്ങൾക്കൊപ്പം നിന്നാ നിനക്ക് എന്താ കുഴപ്പം? നീ കൂടി അവർക്കൊപ്പം നിന്ന് ഞങ്ങൾ അപമാനിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കാവ്യ. നീ കൂടി മനസ്സ് വെച്ചാൽ നന്ദു പ്രിയെ വിവാഹം ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ഒന്നിച്ച് കഴിയുകയും ചെയ്യാം. ആദ്യം എന്നാലും നിന്നെ മറന്ന് മറ്റു വിവാഹം കഴിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവനെ നഷ്ടാവുമെന്ന് കരുതിയാ നീ എന്റെ കൂടെ വരാത്തെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നിനക്ക് വാക്ക് തരാം. സുമതി കാവ്യയോട് അത് പറഞ്ഞ് അവിടെ അടുത്തായിരുന്നു കാവ്യ അവരെ നോക്കി. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ നീയും കൂടി ഉണ്ടാവണം. എന്നാലേ അമ്മ പ്രിയക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് പല ഉണ്ടാവും. ആദ്യമായിട്ട് എൻ്റെ ഇവിടെയുള്ളവരുടെയും സ്നേഹം മുതലെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. വർഷങ്ങളായിട്ട് ഈ അമ്മ തന്നെയല്ലേ പ്രിയക്ക് വലിയ എണ്ണ നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞു അവൾക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊടുത്ത്. എന്നിട്ട് ഇതുവരെ അതിലൊരു മാറ്റം കൊണ്ടൊരു അമ്മയ്ക്ക് ആയിട്ടുണ്ടോ? ഇല്ല. ആദ്യം ഒന്നിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. എൻ്റെ ഏട്ടൻ്റെ സ്നേഹം മുതലെടുത്തൊന്നും നേടിക്കൊടുക്കുന്ന അമ്മ കരുതുകയും വേണ്ട. പ്രിയെ പറഞ്ഞ് മനസ്സിലാക്കിയ തീരാവുന്നതിലുള്ള ഈ പ്രശ്നം അമ്മ തന്നെയല്ലേ ഈടം വരെ എത്തിച്ച്. അപ്പോൾ അമ്മ തന്നെ അവളെ പറഞ്ഞ് തിരുത്തുകയും വേണം. ജീവിതമാണ് അമ്മേ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചാൽ അതെന്ത് ജീവിതം? ചില വിട്ടുകൊടുക്കലുകൾ നമുക്ക് അതിന് മൂല്യങ്ങൾ നേടാനുള്ള അവസരമാണ്. അത് അമ്മ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവിടുന്ന് വേണമെങ്കിൽ ഞാൻ അമ്മയുടെയും പ്രിയുടെയും കൂടെ വരാം. പക്ഷേ ഇറങ്ങും മുന്നേ അമ്മയുടെ മനസ്സിലുള്ള ആൻറ്റിയോട് പറഞ്ഞതിന് ശേഷം മാത്രം. ഓ, നീ അങ്ങ് വലിയ ആളായി പോയല്ലോ ഇപ്പോൾ. എന്നെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും വളർന്നല്ലോ. നിന്റെ ആൻറ്റിയുടെ കാല് പിടിച്ച് എൻ്റെ മോൾക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. നീ അവനെയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നോ? അവസാനം ഞാനേ ഉണ്ടാവും നിനക്ക്, അത് മറക്കണ്ട. സുമതി അത് പറഞ്ഞ് മുറിവിട്ട് പോയതും കാവ്യ എല്ലാം കേട്ടു നിശ്വസിച്ചു. അവർ പോയതും ആര്യ തിരിച്ച് റൂമിലേക്ക് കയറി വന്നു. നിന്റെ അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. നിന്റെ അമ്മയുടെ വിചാരം അവർക്ക് വലിയ ബുദ്ധിയാണെന്ന്. പക്ഷെ കാൽകാശിന് കൊള്ളിയെന്ന് കാണുന്നവർക്ക് അറിയാവുന്ന പാകത്തിന് അറിയില്ല. ആര്യ കളിയാക്കി പറഞ്ഞു. കാവ്യ ദയനീയമായി അവളെ നോക്കി. നീ കളിയാക്കുന്നു വേണ്ട ആര്യ. അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നതാവും. പ്രിയയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തു പറഞ്ഞാലും എൻ്റെ അമ്മയല്ലാതാവില്ലല്ലോ. ഓ, അമ്മയെ പറയുമ്പോൾ നിനക്കുണ്ടോ? എന്നാ പിന്നെ അമ്മ വിളിച്ചല്ലേ കൂടെ പോകാത്തെന്താ? കൂടെ പോയാലും ആദ്യമായിട്ട് എന്നിൽ നിന്ന് അകലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും പോകാത്ത മനഃപൂർവ്വം തന്നെയാണ്. ഞാൻ കൂടി ചെന്നാൽ അവൾക്ക് വേണ്ടി ഞാൻ ഏട്ടനെ ഉപേക്ഷിച്ചെന്ന് വരെ അമ്മ അവളോട് പറഞ്ഞവളുടെ മനസ്സിൽ നിറക്കും. ആദ്യം എന്നെ മറക്കാനാവില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് വലിയ ഏട്ടനെ എൻ്റെ ഏട്ടയും പേര് പറഞ്ഞ് സ്വന്താക്കാന്നൊക്കെ കരുതി വെറുതെ അവൾ കുറെ ആശ വീണ്ടും കൂട്ടും. അത് നടക്കില്ലെന്ന് അറിയാമെങ്കിലും അമ്മ അവളെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാ ഞാൻ പോവാത്തത്. നീ എന്നല്ല, ആര് പറഞ്ഞാലും നിന്റെ അമ്മയുടെ മനസ്സ് മാറില്ല. പ്രിയയുടെ മനസ്സ് മാറാനും ആൻറ്റി സമ്മതിക്കില്ല. സ്വന്തമായിട്ടൊരു തീരുമാനം എന്നോട്ട് പ്രിയ അവളുടെ ലൈഫിൽ എടുക്കുന്നോ അന്നേ അവൾക്ക് മാറാനാവും. എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ പറഞ്ഞ മുതൽ ഇവിടെ വരെ ആൻറ്റിയുടെ തീരുമാനമായിരുന്നു അവൾക്ക്. അല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം അവൾക്കില്ല. നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം പ്രിയയെ പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെ ചിലപ്പോൾ ഒരു ചേഞ്ച് വന്നേക്കാം. അല്ലാതെ നിന്റെ അമ്മയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ തന്നെയാ വലുത്. അതുപോലെ തന്നെയാ നിനക്കും. എനിക്കറിയാം ഇനി ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോട്ടെ, ദൈവം വിധിച്ച പോലെ നടക്കട്ടെ. അങ്ങനെ ആശ്വസിക്കാം. നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ആലോചിക്കാവാ. നമുക്ക് പുറത്തിറങ്ങി നടക്കാം. അപ്പോൾ നിന്റെ മനസ്സും ഒക്കെ ആവും. ആര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാവ്യ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കൂടെ നടക്കാനായി ഇറങ്ങി. കുറച്ചുകൂടി എടുക്കട്ടെ ഏട്ടന്. ലച്ചു ആനന്ദിന് കഞ്ഞി കോരി കൊടുക്കുകയാണ്. കൈ കെട്ടി വെച്ചിരിക്കുന്ന കാരണം അവന് സ്വന്തമായി കഴിക്കാനാവില്ല. വേണ്ട, മതി, കുറച്ച് വെള്ളം മതി. എന്നാ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാം. വെറുതെ ഇരുന്ന് ഏട്ടന് ബോറടിക്കില്ലേ? ആ, ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വാതിലടക്കാത്ത പരുവാക്കുമല്ലോ. അവൻ പറഞ്ഞു കേട്ടതും അവളൊന്ന് ചിരിച്ചു. അല്ല ലച്ചു, ഞാൻ കാര്യം ചോദിച്ചോട്ടെ? അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള ഭാഗത്തിൽ അവനെ നോക്കി. അവനെ കാർത്തിക് നിന്റെ മനസ്സിൽ ഏത് രീതിയിലാണ് സ്ഥാനം എന്ന് എനിക്കറിയാം. അതുപോലെയാണ് എല്ലാ ആണുങ്ങളും എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടോ? അതുകൊണ്ടാണോ എന്നെ സ്നേഹിക്കാത്ത? ആനന്ദി ചോദിച്ചതും ലച്ചു അവനെ തുറിച്ചു നോക്കി. അതുകൊണ്ടവൻ നന്നായിട്ടൊന്ന് ചിരിച്ചു. എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛൻ പാവ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു മനുഷ്യൻ. ഏട്ടൻ്റെ അച്ഛൻ ആദ്യേട്ടനൊക്കെ പാവ. വഞ്ചന എന്തെന്നറിയാത്ത മനുഷ്യരുണ്ട് സമൂഹത്തിൽ. ഒരാൾ മാത്രം കണ്ട് വിലയിരുത്താൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തൊന്നും എനിക്കില്ല.
എല്ലാവരും നിന്റെ ഉള്ളിൽ നല്ലവരാ. അവിടെ എങ്ങും എനിക്കൊരു സ്ഥാനമില്ല ലച്ചു. ഞാൻ പാവല്ലെന്നാണോ നീ പറയുന്നത്? അവന്റെ ചോദ്യത്തിന് അവളൊന്ന് ചിരിച്ചു. എന്റെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനം. ഒരു പെണ്ണിനെ അവളുടെ ജീവൻ, ജീവിതം, മാനമൊക്കെ രക്ഷപ്പെടുത്തുന്നവൻ ദൈവത്തിന് തുല്യ. എന്റെ ജീവൻ രക്ഷിച്ച ഏട്ടനാ. ഒരു പെണ്ണിനെ രാത്രി തനിച്ച് കണ്ട കാമത്തോടെ നോക്കുന്നവർ ഒരുപാട് പേരുണ്ട്. വരുവരായികൾ ചിന്തിക്കാതെ ആ ഒരു അവസ്ഥയിൽ എങ്ങോട്ടുമില്ലാതെ ഓടിയോളാം ഞാൻ. അന്ന് ഏട്ടൻ എന്നെ രക്ഷിച്ചു. അല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അപകടത്തിലോ അല്ലെങ്കിൽ ആ ദുഷ്ടനെ പോലെ ആരെങ്കിലും പിച്ചു ചീന്തിയോ തീരുമായിരുന്നു എൻ്റെ ജീവൻ. അന്നെന്നെ രക്ഷിച്ച അഭയം നിന്ന ഏട്ടന് എൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ഥാനമില്ല. ലച്ചു പറഞ്ഞു കേട്ട് അവൻ സന്തോഷത്തോടെ ചിരിച്ചു. അവളുടെ കണ്ണു നിറഞ്ഞാണ്ട് അവൻ അവളെ കൈപ്പിടിച്ച് അടുത്തിരുത്തി. അന്ന് നിന്നെ ഞാൻ രക്ഷിച്ച്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാകുമെന്ന് കരുതിയല്ല. അന്ന് അങ്ങനെ ഒരു ഊഹം പോലും എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിന്നിലുണ്ടെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ അറിയാതെ പ്രണയിച്ചു പോയത്. എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഭാര്യ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ യാതൊരു കണ്ടീഷനില്ലാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതാണെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ലച്ചു നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിനക്കെൻ്റെ ഒപ്പം എന്നും ഉണ്ടായിക്കൂടെ ലച്ചു? അവളുടെ കൈ പിടിച്ച് അവൻ ചോദിച്ചതും അവൾ എന്തു പറയണമെന്നറിയാതെ അവനെ നോക്കി. അവൻ്റെ സാമീപ്യം, അവൻ്റെ സ്നേഹമൊക്കെ അനുഭവിക്കാൻ അവളുടെ ഉള്ളം കൊതിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഏട്ടൻ്റെ കൂടെ ജീവിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല ഏട്ടാ. എന്നെ രക്ഷിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്യാൻ അവർ മുതിർന്നെങ്കിൽ ഏട്ടനെ വിവാഹം ചെയ്താൽ അവർ ഏട്ടനെ ജീവനോടെ വെച്ചേക്കില്ല. ഏട്ടൻ്റെ ജീവന് ആപത്ത് വരുന്നൊന്നും ചെയ്യാൻ എനിക്കാവില്ല. ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഏട്ടനോടൊപ്പം എന്നും ഉണ്ടാവണമെന്ന്. പക്ഷേ അത് പ്രണയമാണെന്ന് എനിക്കറിയില്ല. ആണെങ്കിലും എനിക്കതിനാവില്ല. ലച്ചു, നീ എന്തൊന്നും പറയാത്ത? ഒന്നും മിണ്ടാ മൗനമായിരിക്കുന്നവളെ തട്ടി വിളിച്ചുകൊണ്ടാണ് തിരക്കി. എന്തുപറ്റി? ഞാൻ ചോദിച്ച് ഇഷ്ടമായില്ലെങ്കിൽ സോറി. ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? അവൻ വിഷമത്തോടെ ചോദിച്ചു. അവളിൽ നിന്ന് ഭാഗത്തിൽ തലകുലുക്കി. കളയിടോ, ഞാൻ തന്നെ അഭിപ്രായം മാറിയെന്നറിയാൻ ചോദിച്ചതാ. സാറില്ല, ഇപ്പോഴും തന്നെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലായിരിക്കും. അതുവരെ ഞാൻ കാത്തിരുന്നോളാം. പക്ഷെ അതുവരെ നീ എൻ്റെ ആരാണെന്ന ചോദ്യത്തിന് എൻ്റെ മനസ്സാക്ഷിയോട് പറയാൻ എനിക്കൊരു ഉത്തരം നീ തന്നെ പറയണം. അവൻ വേദനയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ എന്തു പറയുമെന്നറിയാതെ കുഴഞ്ഞു. സ്നേഹിക്കുന്നുള്ള സഹോദരിയായി കാണാൻ എനിക്കാവില്ല, ഫ്രണ്ടായി കാണാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ പെങ്ങളും ഫ്രണ്ടൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ നിന്നെ എൻ്റെ ആരായിട്ട് കാണണം? നീ പറലിച്ചു. അത് പിന്നെ ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ആദ്യം ചോദിച്ച് ആദ്യം ഇടിച്ചു കയറി വന്നു. ആനന്ദ നോട്ട അകത്തേക്ക് വരുന്ന ആദിയിലേക്കാക്കി. അവനെ കണ്ണു ലച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ഇരുന്നിടത്ത് എഴുന്നേറ്റ് മാറി. നിനക്ക് വരാൻ കണ്ട സമയം ഇപ്പോഴാണോടാ? ആനന്ദ് ആദിയോട് പതിയെ ചോദിച്ചു. എന്തുപറ്റി? എവിടെ വെറുതെ നടക്കായിരുന്നോ? പോടാ പട്ടി, ഞാൻ അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണ പെടാപ്പാണ്ട. അപ്പോഴാണ് നീ ഇടിച്ചു കയറി വന്ന്. ഇവിടെ കിടക്കുന്ന രോഗിയെ നോക്കാനുള്ള കടമ എൻ്റെതായി പോയില്ലേ? പിന്നെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇടിച്ചു കയറാൻ വേറെ വഴിയില്ല. അല്ല, എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഇതിന്? ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മാറ്റം ഉണ്ടാക്കും മുന്നേ നീ വന്നില്ലേ? എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തിട്ട് പോടാ. ആനന്ദ് അവനെ നോക്കി ദയനീയമായി പറഞ്ഞതും ആദി ലച്ചുവിനെ നോക്കിയും ചിരിച്ചു. പാവം, അവൾ ഇതൊന്നും അറിയാതെ അവരെ നോക്കി നിൽക്കുകയാണ്. മുറിവ് ഡ്രസ് ചെയ്യണമെന്നുകൂടി, പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. ആദി പറഞ്ഞ ഒരു നേഴ്സ് അവിടേക്ക് കയറി വന്നു. നേഴ്സ് മുറിവ് ഡ്രസ് ചെയ്യാൻ തുടങ്ങിയതും ആദി ഇഞ്ചക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് ലച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ആദി അവളെ വിളിച്ചു. ഇവന്റെ ഡ്രസ്സൊന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യടോ. ആദി പറഞ്ഞു കേട്ട് ലച്ചു ഞെട്ടി. പെട്ടെന്ന് ആനന്ദിനെ നോക്കി. അവനത് കേട്ട് സന്തോഷം കൊണ്ട് ആദ്യം നന്ദിയോടെ നോക്കി. ലച്ചു മടിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാനത് പിന്നെ എനിക്ക് അവൾ നിന്ന് വിൽക്കുന്ന കണ്ട് ആദി ചിരിച്ചുകൊണ്ട് ആനന്ദിനെ തോളിൽ തട്ടി കാണിച്ചുകൊണ്ട് അവളെ നോക്കി. അത് കണ്ടത് അവൾ ചമ്മി ചിരിച്ചുകൊണ്ട് അവന്റെ കൈ വേദനിക്കാതെ പിടിച്ച് അവന്റെ തോളിൽ നിന്ന് ഡ്രസ്സ് മാറ്റി കൊടുത്തു. ആദ്യം ഇഞ്ചക്ഷൻ എടുത്തു. ഇനി നിന്റെ പരിപാടി നടക്കട്ടെ. അതെ, വരുമ്പോ ഒന്ന് അറിയിച്ചിട്ടൊന്ന് ഉപകാരമായിരുന്നു. ആനന്ദ പറഞ്ഞു. ആദി ചിരിച്ച് തലയാട്ടിക്കൊണ്ട് പോയി. ലച്ചു, ഏട്ടൻ കിടന്നാ കുറച്ചു നേരം കൊണ്ട് ഇരിക്കുകയല്ലേ, ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചു വരാം. ലച്ചു അത് പറഞ്ഞ് മുങ്ങിയതും ആനന്ദ് അവൾ പോകുന്നുണ്ട് ദയനീയമായി നോക്കിക്കൊണ്ട് കിടന്നു. പുറത്തിറങ്ങിയ ലച്ചു മുന്നോട്ട് നടന്നു. അവിടെ കണ്ട ചെയറിലിരുന്നു. ഏട്ടനോട് ഞാനിന്ന് മറുപടിയാണ് പറയേണ്ടത്. ദൈവമേ, സ്നേഹിക്കാനും ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥയിൽ നീ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ. ഏട്ടൻ്റെ ചോദ്യം നേരിടാനുള്ള ധൈര്യം പോലും എനിക്കില്ല. ലച്ചു സ്വയം ഓർത്തുകൊണ്ട് താടിക്ക് കൈയും കൊടുത്ത് അവിടെ ഇരുന്നു. അവനൊറ്റക്കാക്കി ലച്ചു ഇവിടെ വന്നിരിക്കുകയാണോ? ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് പുറത്തിരിക്കുന്ന ലച്ചുവിനെ കണ്ട് ആദ്യം ചോദിച്ചു. പിന്നെ ഞാൻ ഫുഡ് വാങ്ങി ഇറങ്ങി ഏട്ടാ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അത് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. നിൽക്ക്, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇതുവരെ നമ്മൾ തമ്മിൽ സംഭാഷണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. താൻ ഏട്ടന് ഫുഡൊക്കെ കൊടുത്ത് ഫ്രീ ആകുമ്പോൾ എൻ്റെ റൂമിലേക്ക് ഒന്ന് പോവാം. ഇപ്പോൾ കുറച്ച് ജോലിയുണ്ട്. ശരിയെന്നാ. ആദ്യം അത് പറഞ്ഞു പോയതും അവൾ തലകുലുക്കിക്കൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു. ഫുഡ് വാങ്ങിക്കൊണ്ടുവന്ന് അവന് നേരെ കഴിക്കാൻ നീട്ടിയതും ആനന്ദ് അവളെ നോക്കി. നീ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നീട് കഴിക്കാം. ആര്യ അമ്മയും വരുമെന്ന് പറഞ്ഞു, വന്നിട്ട് കഴിക്കാം. ഏട്ടനിപ്പോൾ കഴിക്കുക. അവൾ സ്പൂൺ അവന് നേരെ നീട്ടി. അത് പറ്റില്ല, താനും കൂടി എടുക്കുക, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഞാനിങ്ങനെ കഴിക്കാനാ? ഏട്ടനെ കഴിപ്പിക്കണ്ടേ? അത് സാറില്ല, ഞാൻ കഴിക്കാം, നീ ഇരിക്കേ. അവനൊരു കൈ കൊണ്ട് പ്ലേറ്റ് വാങ്ങിയതും ലച്ചു അവനെ ശ്രദ്ധയോടെ നോക്കി. കയ്യാണെങ്കിൽ വേദനിക്കില്ലേ? ഞാൻ തരാം, ഇങ്ങെടുക്ക്. അത് വേണ്ട, അപ്പൊ നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കഴിച്ചോളാം. അവൻ വാശി കാണിച്ചു. അവസാനം അവൾ ഫുഡ് എടുത്ത് അവൻ്റെ അടുത്തായിരുന്നു. അവൻ ഒക്കുന്ന രീതിയിലൊക്കെ കഴിച്ചതും അവൾ കൂടി സഹായിച്ചു കൊടുത്തു. ഇങ്ങനെ നിനക്കൊപ്പം നമ്മൾ മാത്രമുള്ള നിമിഷങ്ങൾ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയോ നിനക്ക്?
എൻ്റെ ആഗ്രഹം നടക്കാൻ ഹോസ്പിറ്റലിൽ വേണ്ടി വന്നു. അവൾ കഴിക്കുന്ന നോക്കി അവൻ ആത്മകഥം പറഞ്ഞു. ഫുഡും കഴിച്ച് അവനെയും കൈ കഴുകി അവൾ അവൻ്റെ അടുത്തായിരുന്നു. എങ്ങനെയാ അപ്പം നേരത്തെ നിർത്തിയാൽ തുടങ്ങുക? പക്ഷെ ഇവളെ വെറുതെ എത്തിയാൽ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ മുങ്ങാൻ സാധ്യതയുണ്ട്. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓർത്തു, ലച്ചു എൻ്റെ കാലിനൊരു വേദന. അവൻ പറഞ്ഞു ബാക്കി കേൾക്കാൻ നിൽക്കാതെ അവൾ അവൻ്റെ കാല് തടവാൻ തുടങ്ങിയതും അതുകൊണ്ട് അവനെ ചിരിച്ചു. ഇപ്പൊ കുറവുണ്ട് ഏട്ടാ? കുറച്ചുകൂടി തടവിക്കോ. ഓ, കുറച്ചുകൂടെ വേദനയുണ്ട്. അവൻ പറഞ്ഞവൾ തടവാൻ തുടങ്ങി. അല്ല ലച്ചു, ഞാൻ നേരത്തെ ചോദിച്ചത് നീ മറുപടി പറഞ്ഞില്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ടോ ലച്ചു ഞെട്ടി. അത് പിന്നെ ഏട്ടാ, ഞാൻ പിന്നെ പറയാം. അത് പറ്റില്ല, എനിക്കറിയണം നീ പറയണത്. അഥവാ അത് കേൾക്കാൻ പിന്നീട് ഞാൻ ഉണ്ടായില്ലെങ്കിലോ? അവൻ പറഞ്ഞ ലച്ചു അവനെ തുറച്ചു നോക്കി. എന്റെ കാല്! പെട്ടെന്ന് ഒരു വിളിയേട്ട ലച്ചു ചെയ്വത്തി പിടിച്ചുകൊണ്ട് അവനെ കരിപ്പിൽ നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.